നമ്മള് പുതിയ ഫ്രിഡ്ജിന്റെ എന്തെടുക്കാൻ പോവാ? ആ ഓക്കെ. എന്നാ ഫ്രിഡ്ജ് ഓരോന്നോരോന്നായിട്ട് തുറന്ന് കാണിച്ചു കൊടുത്തോളൂ. ഇത് അമ്മയുടെ 3.5 കിലോ മീനാട്ടോ. പിന്നെ അമ്മയ്ക്ക് കുറെ ഇതൊക്കെ ഐസിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നതൊക്കെ. അതെ ഐസ് ഉണ്ട്. ഇത് പിന്നെ ഒരു മിനി, ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ കലാവിരുതാണ്. ഇത് കണ്ടോ, ഇത് ഗണപതി ഹോമമ്പലത്തില്, ഇത് ഗണപതി ഹോമം, ഇത് ഗണപതി ഹോമം, ഇതും ഗണപതി ഹോമം, ലോട്ട് ഓഫ് ഗണപതി ഹോമം സർദർ. പിന്നെ പിന്നെ ജ്യൂസ്, മുന്തിരി, പിന്നെ കണ്ടോ നാളികേരം, എല്ലാ ഐറ്റംസ് ഉണ്ട്. ബത്തക്ക, പിന്നെ പച്ചക്കറി. പിന്നെ ഈ മുട്ട എന്താ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കും. ഇത് വേറെ ഒന്നുമല്ല, അമ്മ ഫ്രിഡ്ജ് ആദ്യമായിട്ട് വന്നപ്പോ ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് മുട്ട വെച്ചതാ. ഫ്രീസറിന്റെ ഡോറിൽ കൊണ്ടിട്ട് മുട്ട വെച്ചത്. നമുക്കറിയില്ലായിരുന്നു അത് ഫ്രീസ് ആവുന്നു. അവസാനം 10 മുട്ട ഫ്രീസായി കിട്ടി. പിന്നെ ദേ പപ്പായ ഉണ്ട് ഇവിടെ. ഇത് പിന്നെ പായസമായിട്ട് ഇന്ന് ദിവസപൂജ ഉള്ള അമ്പലത്തിലെ പായസം. അപ്പൊ നമ്മുടെ പുതിയ ഫ്രിഡ്ജ് ഇതാണ്. അപ്പൊ അതിന്റെ എങ്ങനെ നമ്മൾ സാധാരണ ഫ്രിഡ്ജ് എങ്ങനെ ഓപ്പൺ ചെയ്യുക അന്ന് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എടാ ഫ്രിഡ്ജിന്റെ ഇത് കണ്ടോ, ഇതാണ് ഫ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ കോലട്ടാ. നമ്മളിങ്ങനെ തൊട്ടാൽ നമ്മുടെ കയ്യിലൂരി പോരും. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഫ്രിഡ്ജ് മേടിച്ചത്. ഇത് നമ്മള് കുറെ പൊട്ട സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമാക്കിയിരിക്കുന്നു. ഇതായാലും വരുമ്പോ കൊടുക്കണം. തിരിച്ച് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ ഒരാഴ്ചത്തോളം ഈ ഫ്രിഡ്ജ് കൊണ്ട് നടന്നു, അത് വേറെ കാര്യം. ഇപ്പൊ അത് ഉപയോഗിക്കാറേ ഇല്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സ്ഥലം പോയി, നമ്മളിത് മാറ്റും.